അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. മക്കയും മദീനയും ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചക ജീവിതത്തിലെ സുപ്രധാനമായ രണ്ട് പ്രദേശങ്ങൾ. ഇടയിൽ ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ആ മരുഭൂതലത്തിൽ യാത്രികർക്ക് ആശ്വാസമായി അവിടെവിടെയായി ഈന്തപ്പന തോപ്പുകളുണ്ട്. ചിലയിടങ്ങളിൽ നീരുറവയും അല്പം മരുപ്പച്ചയും. ഇടയ്ക്കെപ്പോഴോ ഉയർന്നു കേൾക്കുന്ന കാവലാളുകളുടെ കൂവിവിളിയല്ലാതെ നിശബ്ദതയെ ഭേദിക്കാൻ അവിടങ്ങളിൽ മറ്റൊന്നില്ല. ഒട്ടകങ്ങളെ വഴിയോരത്ത് വിട്ട് യാത്രികർ കുറച്ചു നേരം അവിടെ വിശ്രമിക്കാറുണ്ട്. കുളിർക്കാറ്റ് അവരെ തലോടി ഉറക്കാറുമുണ്ട്. ഒരു ദിവസം ഉച്ചവെയിൽ ശക്തിയാർജിച്ച നേരം ദീർഘദൂരം യാത്ര ചെയ്ത് വിവശനായ ഒരു യാത്രികൻ ആ മരുപ്പച്ചയിലെത്തി. സഹയാത്രികരായി ആരുമുണ്ടായിരുന്നില്ല. അടുത്തുള്ള നീർച്ചോലയിലിറങ്ങി കാലും മുഖവും കഴുകി ദാഹശമനവും വരുത്തി ശേഷം ഒട്ടകത്തിന് വെള്ളം കൊടുത്ത് മേയാൻ വിട്ടു. ഇനി അല്പം വിശ്രമമാവാം. അടുത്തു കണ്ട ഈന്തപ്പന തണലിൽ അദ്ദേഹം കിടന്നു. യാത്രാക്ഷീണം കൊണ്ടാവാം അദ്ദേഹം പെട്ടെന്ന് തന്നെ നിദ്രയെ പുൽകി. മേങ്ങി നടന്ന ഒട്ടകം അടുത്തു കണ്ട ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു. തോട്ടം കാവൽക്കാരൻ ഒരു വൃദ്ധൻ ഒട്ടകത്തെ കണ്ട മാത്രയിൽ അതിനെ തെളിച്ചോടിച്ചു. അധിക സമയം കഴിയും മുൻപ് ഒട്ടകം വീണ്ടും അവിടെ എത്തി. വിശ്രമിക്കാൻ തുടങ്ങിയ വൃദ്ധൻ ദേഷ്യത്തോടെ വീണ്ടും ഓടിയെടുത്തു ഒട്ടകത്തെ തെളിച്ചകറ്റി. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു വഴിയിലൂടെ ഒട്ടകം വീണ്ടും തോട്ടത്തിൽ കടന്നു. വൃദ്ധന് സഹികെട്ടു. ദേഷ്യം അദ്ദേഹത്തെ കീഴടക്കി. പല്ലുറുമി പെറുപെറുത്തുകൊണ്ട് സാമാന്യം വലിയൊരു കല്ലെടുത്ത് ഒട്ടകത്തെ ലക്ഷ്യമാക്കി ശക്തിയിൽ ഒരു എറു കൊടുത്തു. കല്ലേറുകൊണ്ട ഒട്ടകം അവിടെ വീണ് പിടഞ്ഞു മരിച്ചു. ഒട്ടകം മരിച്ചപ്പോൾ മാത്രമാണ് വൃദ്ധന് തൻ്റെ പ്രവൃത്തിയുടെ ഗൗരവം മനസ്സിലായത്. ഒട്ടകം ആരുടേതാണെന്ന് തനിക്കറിയില്ല. എങ്ങനെ അതവിടെ എത്തിയെന്നും തനിക്കറിയില്ല. താൻ മനഃപൂർവ്വം കൊന്നതുമല്ല. പക്ഷേ കൊലക്കുറ്റത്തിന് താൻ അർഹനാണെന്ന് വൃദ്ധൻ ഭയന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നോ എന്തു ചെയ്യണമെന്നോ തനിക്കറിയില്ല. പരിഭ്രാന്തനായ വൃദ്ധൻ എന്തു ചെയ്യണമെന്നറിയാതെ നിറഞ്ഞ മിഴികളും തളർന്ന ശരീരവുമായി അവിടെയിരുന്നു. ഈന്തമരത്തണലിൽ വിശ്രമിച്ച യുവാവ് ഇതിനകം ഉണർന്നു കഴിഞ്ഞിരുന്നു. വെയിലിൻ്റെ ചൂടാറി എന്ന് കണ്ടപ്പോൾ ഇനി യാത്ര ആരംഭിക്കാമെന്ന് കരുതി. പക്ഷേ തൻ്റെ ഒട്ടകത്തെ കാണാനില്ല. ഞാൻ ഇവിടെ തന്നെയാണ് അതിനെ മേയാൻ വിട്ടത്. പക്ഷേ തൻ്റെ നോട്ടം എത്തുന്നിടത്തൊന്നും ഒട്ടകത്തെ കാണുന്നില്ല. വിഭ്രാന്തിയോടെ ആ യുവാവ് തൻ്റെ ഒട്ടകത്തെ പരതാൻ തുടങ്ങി. ചുറ്റി നടന്ന അദ്ദേഹം ഒടുവിൽ ഈന്തപ്പന തോപ്പിലെത്തി. അവിടെ ദുഃഖിതനായിരിക്കുന്ന വൃദ്ധനെ കണ്ടു. അപരിചിതനെ കണ്ടപ്പോൾ തന്നെ വൃദ്ധൻ പിടഞ്ഞെഴുന്നേറ്റു. എൻ്റെ ഒട്ടകത്തെ കണ്ടോ? ഇവിടേക്കെങ്ങാനും അത് വന്നിരുന്നോ? ആ ചോദ്യങ്ങൾ വൃദ്ധൻ്റെ കർണപുടങ്ങളിൽ മാറ്റൊലി കൊണ്ടു. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് താൻ കൊന്ന ഒട്ടകത്തിൻ്റെ ഉടമയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ കൂടുതൽ തളർത്തി. എങ്കിലും ധൈര്യം സംഭരിച്ച് അദ്ദേഹം നടന്നതൊക്കെ വിവരിച്ചു. എല്ലാം കേട്ട യുവാവ് കോപം കൊണ്ട് വിറച്ചു. അറിയാതെ പറ്റിയ അപരാധമാണെന്നും മാപ്പ് നൽകണമെന്നും വൃദ്ധൻ ആ യുവാവിനോട് കേണു പറഞ്ഞു. പക്ഷേ കോപം ആ യുവാവിനെ അന്ധനാക്കി. ഒട്ടകത്തിൻ്റെ നഷ്ടവും യാത്രയുടെ തടസ്സവും ഓർത്തപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. എൻ്റെ ഒട്ടകത്തിനുണ്ടായ ദുർഗതി നിനക്കുമുണ്ടാകട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് അടുത്തു കണ്ട ഒരു വലിയ കല്ലെടുത്ത് വൃദ്ധൻ്റെ നേർക്ക് ആഞ്ഞെറിഞ്ഞു. ഏറുകൊണ്ട വൃദ്ധൻ തൽക്ഷണം മരിച്ചു. സമയമധികം കഴിഞ്ഞില്ല. തൻ്റെ അവിവേകം വരുത്തിയ വിനയെക്കുറിച്ച് യുവാവ് ചിന്തിക്കാൻ തുടങ്ങി. വൃദ്ധൻ്റെ വാക്ക് കേൾക്കാനുള്ള സാവകാശം പോലും ഞാൻ കാണിച്ചില്ല. അനിയന്ത്രിതമായ കോപം എന്നെ അന്ധനാക്കി, എന്നെ ഒരു കൊലപാതകിയാക്കി. മുൻകോപവും
പ്രതികാരേച്ഛയും ജീവിക്കുന്ന മനസ്സിൽ ഇസ്ലാമിക സംസ്കാരം വിളയുകയില്ല എന്ന പ്രവാചക വചനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. ഇനി എന്തു ചെയ്യണം? അവ്യക്തത ഒഴുകി നീങ്ങുന്ന മനസ്സുമായി ആശ്വാസവും അഭയവും തേടി ആ യുവാവ് തോട്ടമുടമയുടെ വീട്ടിലെത്തി. ദുഃഖിതനായി കടന്നു വരുന്ന അപരിചിതനായ യുവാവിനെ കണ്ടപ്പോൾ അദ്ദേഹം കാര്യമന്വേഷിച്ചു. യുവാവ് സത്യസന്ധമായി എല്ലാ വിവരവും തോട്ടമുടമയെ ധരിപ്പിച്ചു. അദ്ദേഹം തൻ്റെ കാവൽക്കാരൻ്റെ മക്കളെ വിളിച്ചു വരുത്തി. എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ഉപദേശിച്ചുകൊണ്ട് അവരുടെ പിതാവിൻ്റെ വിയോഗവാർത്ത അവരെ അറിയിച്ചു. ആകസ്മികമായ പിതൃവിയോഗത്തിൽ അവരുടെ ദുഃഖം അളവറ്റതായിരുന്നു. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തോട്ടമുടമ പറഞ്ഞു, മക്കളെ, അരുതാത്തതെല്ലാം സംഭവിച്ചു. വിധി പറയേണ്ടത് ഖലീഫ ഉമറാണ്. നമുക്ക് അങ്ങോട്ട് പോകാം.